ഒന്നുമില്ല അളിയ. ഒന്നുമില്ലാന്ന് പറയുന്നതൊരു ഉഗ്രം നുണയാ. ഞാൻ ഈ ബൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. ആ മുടിയ തളരെ കൂടി എനിക്ക് നാക്കേറ്റുന്നു. ഞാൻ ഈ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കോമൺ സെൻസ് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ 2-3 ദിവസമായിട്ട് അളിയെ നോട്ട് ചെയ്യുന്നു. അളിയന് എന്തോ പ്രശ്നമുണ്ട്. അളിയന് ടെൻഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അളിയനും മൃദുമോളും തമ്മിലാ പ്രശ്നം. അതെനിക്ക് മനസ്സിലായി. എന്താ അളിയ പ്രശ്നം? ഒന്നുമില്ല. നമ്മൾ അന്യരൊന്നും അല്ലല്ലോ അളിയ. കൂടെ പിറപ്പാണെങ്കിൽ ചിലപ്പോ പാല വെച്ച് മലർത്തിക്കളെ. ഇതിപ്പോ ഞാൻ അളിയന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ. ഒരർത്ഥത്തിൽ ഒരു ചേട്ടന്റെ സ്ഥാനം. ചില പ്രശ്നങ്ങള് പ്രിയപ്പെട്ടവരോട് തുറന്നു പറയുമ്പോ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു മനസ്സമാധാനം കാണും. എല്ലാം ഷെയർ ചെയ്യുന്നതാ നല്ലത്. അളി മോളും അളിയനും തമ്മിൽ എന്താ അളിയ പ്രശ്നം? ചെറിയൊരു സൗന്ദര്യ പിണക്കോളിയാ. അത്രയുള്ള അതൊക്കെ വിട്ട് കള അളിയ. ചില സമയത്തെ ഈ ഭാര്യമാരെന്ന് പറയുന്ന വർഗത്തിന് വകതിരിവേ ഉണ്ടാവില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയും. എന്നോട് പിണക്കമുള്ളപ്പോ പ്രിയ ഈ ലോകത്ത് എന്ത് കുഴപ്പം സംഭവിച്ചാലും അതിന് ഞാനാ ഉത്തരവാദി എന്ന് പറയും. ഫോർ ദ എക്സാമ്പിൾ, ഇപ്പൊ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട് ചുഴലിക്കാറ്റ് വീശിയെന്നിരിക്കട്ടെ. എന്നോട് വഴക്ക് കൂടുമ്പോ പ്രിയ പറയുന്നത് ഞാനാ അതിന് കാരണക്കാരനെന്ന്. സത്യം പറഞ്ഞ ഈ പെങ്കോന്തനായാൽ മാത്രമേ ദാമ്പത്യ ജീവിതത്തില് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാ പുറത്ത് നമ്മൾ വലിയ ആളായിക്കോ. പക്ഷെ ഭാര്യയുടെ മുമ്പില് വലിയ ആള് കളിക്കണ്ട. അതാ അർത്ഥം. ഈ ഭർത്താവെന്ന് പറഞ്ഞാലേ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന അർത്ഥം. ഈ മറ്റു പെമ്പിളരെ അപേക്ഷിച്ചിട്ടേ ഋതുമോടൊരു പാവവും തമ്മിൽ ഭേദമാണ്. അത് അളിയോടുള്ള ഇഷ്ടം കൊണ്ടാ ഈ സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടാവുന്നത്. അളിയെ ക്ഷമിച്ചുകളാ. ഈ ക്ഷമയും വിട്ടുവീഴ്ചയും മാത്രമാ ഇതിനൊരു സൊല്യൂഷൻ. ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം എടുത്തങ്ങ് പള്ളേ കളഞ്ഞേക്കണം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമേ ആയിരുന്നു. മാരേജ് ലൈഫില് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അളിയന് ഞാനൊരു അഡ്വൈസ് തരാം. ഞാന് ബെഞ്ചമിൻ ഇഞ്ചിമല എഴുതിയ ദാമ്പത്യ ജീവിതം എങ്ങനെ രസകരമാക്കാം അതിനുള്ള 10 വഴികൾ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ 2ാം പുസ്തകം വേണമെങ്കിൽ അളിയന് തരാം. എനിക്ക് വേണ്ട അളിയ. അളിയ